കാത്തു, ദേ മഴയത്ത് കളിക്കണ്ടാട്ടോ, നനയും. ഹോ, എല്ലാ രസവും പോയി. അയ്യോ അമ്മേ, അമ്മേ. കാത്തു, നമ്മൾ എവിടെയാ? അറിയില്ല. പക്ഷേ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാനല്ലേ താഴേക്ക് വീണത്. നീ വീണത് കണ്ടപ്പോ രക്ഷിക്കാൻ ഞാനും കൂടെ ചാടി. ഇപ്പൊ നമ്മൾ രണ്ടും പെട്ടു. നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അപ്പു. ഞാൻ കാത്തു. ആരാ? ഇതേതാ സ്ഥലം? ആഹാ, ഇവിടെ ആദ്യായിട്ടല്ലേ. ഞാൻ മിട്ടു. ഇത് എന്റെ നാടാ, കുറിഞ്ഞിക്കാട്. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലെയാ. ഒരു പരുന്താ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ആ പരുന്തിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാ ഞങ്ങള്. ഈ തേൻ കഴിച്ചോ, നിങ്ങളുടെ ക്ഷീണം മാറും. എന്തൊരു ഭംഗിയാകാത്തു ഈ കുറിഞ്ഞിക്കാട് കാണാൻ. ശരിയാ, മിട്ടുവിനെ ഞങ്ങളെ ഇവിടെയെല്ലാം കാണിക്കാമോ? ഞാൻ എപ്പോഴേ തയ്യാർ. പക്ഷേ നമ്മളിത്തിരി സൂക്ഷിക്കണം. ചിലരെയൊക്കെ പേടിക്കുകയും വേണം. ഞങ്ങൾ കളിക്കുന്നൊരു പുൽമേടുണ്ട്, നിറയെ കുറിഞ്ഞിപ്പൂക്കൾ അവിടെ. നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? ദാ നോക്ക്, ഇപ്പൊ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലമാ. എന്തൊരു ഭംഗിയാ! നീലമലകളോ? നമുക്കിവിടുന്ന് പോയാലോ? എന്തോ പ്രശ്നമുണ്ട്. ഓടിക്കോ, ചെന്നായാണ് പൂക്കാട് ചെമ്പൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ചെമ്പന്റെ വായിലായത് തന്നെ. ഓടിക്കോ. കാത്തു, ഈ മരത്തിലേക്ക് കേറി വാ. അമ്മേ, രക്ഷപ്പെട്ടു കാത്തു. ചതിച്ചോ? മിട്ടു മാളത്തിൽ കയറി രക്ഷപ്പെട്ടതാ. ഓ, ഇതായിരിക്കും ചിലരെയൊക്കെ സൂക്ഷിക്കണമെന്ന് മിട്ടു പറഞ്ഞത്. ശരിയാ. എന്താ കിട്ടു? എന്താ മുഖത്തൊരു വാട്ടം? ചേച്ചി എവിടെ? ചേച്ചി ഞങ്ങളെയും പറ്റിച്ച് അപ്പൂനെയും കൂട്ടി എങ്ങോട്ടോ കളിക്കാൻ പോയി. ഞങ്ങളെ കൂട്ടിയില്ല. ആഹാ, അവളിങ്ങ് വരട്ടെ, അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാലും കുഞ്ഞിനെ ഇട്ടിട്ട് ഇവരിതെവിടെ പോയി? കാത്തു, ഇനി എന്ത് ചെയ്യും? മിട്ടുവിനെ ചെമ്പൻ പിടിച്ചത് തന്നെ. നമുക്കാദ്യം സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? ശരി, പക്ഷെ സമാധാനം കിട്ടണ്ടേ? ഏതായാലും ചെമ്പന് നമ്മളെ കാണാൻ കഴിയില്ല. നമുക്ക് കുറെ കൂടി മോളിൽ കയറി നോക്കിയാലോ? ശരി കാത്തു. നോക്കപ്പോ, ആ മാളത്തിനു മുകളിൽ ഒരു മരക്കൊമ്പ് ചാഞ്ഞു നിൽപ്പില്ലേ?
അതില് തൂങ്ങിക്കിടക്കുന്ന ആ വലിയ കായ കണ്ടോ? ആ, അതൊരു ചക്കയല്ലേ? അതിനെന്താ? അപ്പോ നമുക്ക് ആ ചക്ക മുറിച്ച് ചെമ്പന്റെ പുറത്തിട്ടാലോ? അത് കൊള്ളാം കാത്തു. ചക്കയ്ക്കാകുമ്പോ നിറയെ മുള്ളും കാണും. പക്ഷേ നമ്മളെങ്ങനെയാ പ്ലാവിലെത്തും? ഇവിടെ നിറങ്ങിയാൽ ഏതായാലും ചെമ്പൻ കാണും. അപ്പോ ഈ മരത്തിൽ നിന്ന് നേരെ ആ മരത്തിലേക്ക് ചാടാൻ പറ്റണം. നിനക്കതിന് കഴിയോ അപ്പു? ഞാനൊന്ന് നോക്കട്ടെ. പ്രയാസമാണ്, എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ മരത്തിൽ നിന്നിറങ്ങി ചെമ്പന്റെ ശ്രദ്ധ തിരിക്കാം. എന്നിട്ട് ചുറ്റിനും ഒരു വട്ടം ഓടി തിരികെ വരാം. നീ അപ്പോഴേക്കും അങ്ങ് എത്തണം. എന്നിട്ട് ചക്കയെ വീഴാൻ പാകത്തിന് കടിച്ചു മുറിച്ച് വെക്കണം. ചെമ്പൻ തിരികെ എത്തുമ്പോൾ ദേഹത്ത് തന്നെ വീഴ്ത്തണം. അപ്പോ ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? കാത്തു, സൂക്ഷിക്കണേ. അപ്പോ നീയും സൂക്ഷിക്കണേ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടും. അമ്മേ, അയ്യോ അയ്യോ, മാന ഒടിഞ്ഞു വീണേ. അയ്യോ, മിട്ടു, ഇറങ്ങി വാ. ചെമ്പൻ പോയി, ഇനി കുഴപ്പമില്ല. മിട്ടു, പൂപ്പി, ഇതാരുടെ കളിവണ്ടിയാ? നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ഇതിവിടെ ഇല്ലായിരുന്നല്ലോ. ശരിയാ, ഇതിപ്പോൾ ആരോ കൊണ്ടുവച്ചതാ. ഏതായാലും എൻ്റെ അല്ല. ഇനി ഇതാരെങ്കിലും പൂപ്പിക്ക് സമ്മാനമായി തന്നതായിരിക്കുമോ? ഹേയ്, അതൊന്നും ആയിരിക്കില്ല. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉടമസ്ഥനെ നമുക്ക് കണ്ടെത്തി ഇത് തിരികെ ഏൽപ്പിക്കണം. അതെ പൂപ്പി, അത് തന്നെയാണ് ശരി. പിങ്കി, വണ്ടി വന്ന വഴി ഇത് തന്നെയാണ്.
പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ആരുടെയോ മണം. എന്നാൽ നമുക്ക് വണ്ടിയുമായി ഈ വഴിക്കങ്ങ് പോകാം അല്ലേ? ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആളിനെ കാണാൻ പറ്റിയാലോ? ശരിയാ പിങ്കി, വാ വന്ന് വണ്ടിയിൽ കയറ്, നമുക്ക് പോവാം. എന്ത് ഭംഗിയാ പൂപ്പി ഈ പൂമ്പാറ്റകൾ ഇങ്ങനെ ഒരുമിച്ച് കാണാനല്ലേ. ഏയ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ ഈ രാവിലെ തന്നെ? കളിക്കാനാണോ? അല്ലല്ല, ഞങ്ങളുടെ പിന്നാലെ വന്നാ മതി. കളിക്കാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരാം. അയ്യോ, ഇന്ന് ഞങ്ങൾക്ക് കളിക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ ഉടമയെ കണ്ടുപിടിക്കണം. പക്ഷെ ഞങ്ങളും ആ വഴിക്കാ വരുന്നേ. എന്താ, ഈ സ്ഥലം ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. ആഹാ, എന്നല്ലേ നിങ്ങൾ കളിച്ചോ, ഞാൻ തേൻ കുടിക്കാൻ പോട്ടെ. അപ്പൊ നിങ്ങളെല്ലാം ഇവിടെ വരുന്നത് തേൻ കുടിക്കാനാണല്ലേ? ഈ ചെടികൾക്ക് എന്തിനാ പൂക്കൾ? നിങ്ങൾക്ക് തേൻ തരാനാണോ? അതോ ഞങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനാണോ? ആഹാ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? അത് പ്രകൃതിയുടെ ഒരു വിദ്യയാ. അതെന്ത് വിദ്യയാണ്? കേൾക്കട്ടെ കേൾക്കട്ടെ. മിക്കവാറും ചെടികളും മരങ്ങളും ഒക്കെ വിത്തുകൾ കിളിച്ചാണ് വളരുന്നത്. വിത്തുകൾ ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്നാണ്. എന്നാൽ പിന്നെ ചെടികൾക്ക് നേരെ അങ്ങ് വിത്തുണ്ടാക്കിയാൽ പോരെ? പൂക്കുന്നത് എന്തിനാ? അതാണ് ആ വിദ്യ. ഈ ഉഷമലരിക്ക് ഇവിടെ നന്നായി വളരാൻ കഴിയുന്നത് പോലെ വേറൊരു സ്ഥലത്തെ ഇതേ ചെടിക്ക് അവിടെ നന്നായി വളരാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് ചെടികളുടെയും കഴിവുകൾ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ഉഷമലരി ഉണ്ടായാൽ അതിന് ഈ രണ്ട് സ്ഥലത്തും നന്നായി വളരാൻ കഴിയില്ലേ? ആ, അത് ശരിയാണല്ലോ. പക്ഷെ അതെങ്ങനെ സാധിക്കും? ഒരാൺപൂവിലെ പൂമ്പൊടി അതേപോലത്തെ മറ്റൊരു ചെടിയിലെ പെൺപൂവിൽ എത്തിച്ചാൽ മതി. പൂവിൽ നിന്ന് വിത്തുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് ചെടികളുടെയും കഴിവുകൾ അതിനുണ്ടാകും. അച്ഛന്റെയും അമ്മയുടെയും കഴിവുകൾ മക്കൾക്ക് കിട്ടുന്ന പോലെ അല്ലേ? ആ, അത് തന്നെ. അങ്ങനെ എപ്പോഴും പുതിയ കഴിവുകളുള്ള ചെടികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ത് പ്രശ്നമുണ്ടായാലും ആ ചെടികൾ നശിക്കാതെ നിൽക്കുന്നത്. വിദ്യ കൊള്ളാം. പക്ഷേ ഒരു പൂവിലെ പൂമ്പടി എങ്ങനെ മറ്റൊരിടത്തെത്തിക്കും? അതല്ലേ ഞങ്ങളുടെ ജോലി. ചെടികൾക്ക് ഏതായാലും നിൽക്കുന്നിടത്ത് നിന്ന് നീങ്ങാൻ കഴിയില്ലല്ലോ. അവർക്ക് കാലുകളില്ലല്ലോ. ഞങ്ങൾ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിൽ തേൻ കുടിക്കാൻ എത്തുമ്പോൾ ഞങ്ങളുടെ ദേഹത്ത് പറ്റിയ പൂമ്പൊടി കൂടി ആ പൂവിന് കൊടുക്കും. ആഹാ, അപ്പൊ പൂക്കൾ നിങ്ങൾക്ക് തേൻ തരുന്നത് ഇതിനാണോ? ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഉപകാരം ചെയ്താണ് കഴിയുന്നത്. ഞങ്ങളെ ആകർഷിക്കുന്നതിനാ ചെടികൾക്ക് ഇത്രയും നിറവും മണവും തേനും എല്ലാമുള്ള പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോ ഈ തേനീച്ചകളും പൂക്കളെ സഹായിക്കാനാണോ വരുന്നത്? അതെല്ലോ. ചെടികളുടെ ഈ വിദ്യ നമുക്കാണ് ഏറ്റവും ഉപകാരമായത് അല്ലേ പിങ്കി? ശരിയാ പൂപ്പി. ഈ പൂക്കളില്ലെങ്കിൽ പിന്നെ ഒരു രസവും ഇല്ല. പിങ്കി, നമുക്കും വേണ്ടി ഒരു പൂന്തോട്ടം. എന്നാ പിന്നെ ഇനി ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഈ പിങ്കി എവിടെ പോയതാ? കാണുന്നില്ലല്ലോ. പിങ്കി, പിങ്കി. അയ്യോ, രക്ഷിക്കണേ. ഞാൻ ആ ചെടിയുടെ വിത്തുകൾ പെറുക്കാൻ നോക്കിയതാ. അതിൽ നിന്ന് തേനീച്ചകളെ കണ്ടില്ല. അയ്യോ പൂപ്പി, മഴ എത്തിയല്ലോ. ഇനി എന്താ ചെയ്യും? ആ, ശരിയാണല്ലോ. മഴ വീഴാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ പിങ്കി? നമുക്ക് ആ പാറയുടെ അടിയിൽ പോയിരുന്നാലോ? എന്നാൽ വാ, സമയം കളയാതെ നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയല്ലോ. അപ്പൊ ഇനി നിങ്ങൾ എങ്ങനെ തേൻ കുടിക്കും? ആ, ഇനി പൂക്കളുള്ള ഇടം നോക്കി പോണം. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് മുട്ടയിടാൻ വേണ്ട ഇത്തൽ ചെടികളുള്ള ഒരു മരം ഉണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ ഇത്തൽ ചെടികളിൽ മാത്രം മുട്ടയിടുന്നേ? ഞങ്ങൾ വിലാസിനികളുടെ ശലഭപ്പുഴുക്കൾ ഇത്തൽ ചെടിയുടെ ഇലകൾ മാത്രമേ കഴിക്കൂ. അതുകൊണ്ടാ.
ഞാൻ ആ മരത്തിന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. നിക്ക്, ഞങ്ങളും വരുന്നു. എന്താ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? അയ്യോ പൂപ്പി, ഞങ്ങളുടെ മരം കാണുന്നില്ല. ഇനി ഇത്തിൽക്കണ്ണികളെ എവിടെ പോയി കണ്ടെത്തും? പൂപ്പി, ഇവിടെ ആരോ ഒരു മരം മുറിച്ചിരിക്കുന്നു. കുറച്ച് ചില്ലകൾ താഴെ കിടപ്പുണ്ട്. ആ, കുറച്ച് ഇലകളും. അയ്യോ പിങ്കി, അത് തന്നെയാ ഇത്തിൾ ചെടി. പക്ഷെ അതിന്റെ ഇലകളെല്ലാം വാടിപ്പോയല്ലോ. ഇനി ഞങ്ങൾ എങ്ങനെ മുട്ടയിടും? നിങ്ങൾ വിഷമിക്കാതെ, നമുക്ക് എന്തേലും വഴിയുണ്ടോന്ന് നോക്കാം. എല്ലാരും എന്റെ പിന്നാലെ പോന്നോളൂ. ഇത്തിൽക്കണ്ണി എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇതല്ലേ നിങ്ങൾക്ക് വേണ്ട ഇത്തിൽ ചെടി? ആണ് പൂപ്പി, ഇത് തന്നെയാ ഞങ്ങൾക്ക് വേണ്ടത്. ഹോ, ഏതായാലും പൂപ്പി ഞങ്ങളെ രക്ഷിച്ചു. അപ്പൊ ഇനി കുഞ്ഞുങ്ങളാകുമ്പോ ഞങ്ങൾക്കും കാണാമല്ലേ? ആ അതെ പൂപ്പി, ഞങ്ങൾ എപ്പോഴും ഇനി പൂപ്പിയുടെ വീടിനടുത്ത് തന്നെ ഉണ്ടാകും. എന്നാൽ നമുക്ക് ഇനിയും കാണാം. പിങ്കി, നമുക്ക് പോണ്ടേ? എളുപ്പം വാ. ആ, ദാ വരുന്നു.
വെള്ളരിക്ക പട്ടണത്തിലെ രാജാവായ ശുംഭക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു കള്ളൻ പരാതിയുമായി എത്തി. പ്രഭു, ഞാൻ ഇന്നലെ എന്റെ അയൽക്കാരന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ വീടിന്റെ ജനാല ഇളകി വീണ് എന്റെ കാലിന് പരുക്കുപറ്റി. എനിക്കിനി മോഷ്ടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്റെ അയൽക്കാരന് തക്കതായ ശിക്ഷ കൊടുക്കണം. ശുംഭക മഹാരാജാവ് മന്ത്രിയെ വിളിച്ചു. ഇത് ന്യായമാണല്ലോ. എന്താണ് ചെയ്യുക? ഇയാളുടെ അയൽക്കാരനെ ഉടൻ വിളിപ്പിക്കണം. സേനാപതി, റാൻ, ഇയാളുടെ അയൽക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവാ. റാൻ അടുത്ത് നിന്ന ഭടന്മാരെ നോക്കി സേനാപതി മൂളി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് തന്നെ അയൽവാസിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. നിന്റെ വീടിന്റെ ജനാല ഇടിഞ്ഞു വീണാണോ ഇയാളുടെ കാലിന് പരിക്കുപറ്റിയത്? പ്രഭു, ഇയാൾ ഒരു കള്ളനാണ്. ഇയാൾ മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ് ജനാല ഇളകിയത്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ജനാല നിന്റേതാണോ? അതെ. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ജനാല എന്റേതാണെങ്കിലും അത് ഉറപ്പിച്ചത് മേസ്തിരിയല്ലേ? അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. എന്റെ വീട് കെട്ടിയ മേസ്തിരിയല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. വീട് കെട്ടിയ മേസ്തിരിയാണ് കുറ്റക്കാരൻ. ശരിയാണല്ലോ. എന്നാൽ വീട് കെട്ടിയ മേസ്തിരിയെ കൊണ്ടുവരൂ. സേനാപതി, നീയാണോ ഇയാളുടെ വീട് കെട്ടിയത്? അതേ പ്രഭു. കൊള്ളാം. അയാളുടെ ജനാല ഇളകി വീണ് ഈ നിൽക്കുന്ന പാവം കള്ളന്റെ കാലിന് പരിക്കേറ്റു. അയാൾക്കിപ്പോൾ മോഷ്ടിച്ച് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ വീട് കെട്ടിയ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ഞാൻ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചന്തമുള്ള ചുവന്ന സാരി ഉടുത്ത് ഒരു സ്ത്രീ ആ വഴി പോയി. ഞാൻ അവളെ നോക്കിക്കൊണ്ട് ജനാല വെച്ചപ്പോൾ അത് ഉറക്കാതെ പോയി. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. അതുവഴി വന്ന ആ സ്ത്രീയല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. അത് ന്യായം തന്നെ. മന്ത്രി തലകുലുക്കി. സേനാപതി, ആ സ്ത്രീയെ ഉടനെ കൊണ്ടുവരൂ. നീയാണോ ഇയാൾ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചുവന്ന സാരി ഉടുത്ത് അതുവഴി പോയത്? അതേ പ്രഭു. പക്ഷേ നിന്റെ ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. ഇവളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. എന്റെ സാരിക്ക് നിറവും ചന്തവും കൊടുത്തത് അതുണ്ടാക്കിയ ആളല്ലേ? അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരി. എന്റെ സാരി നെയ്ത ആ നെയ്ത്തുകാരനല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. എന്നെ രക്ഷിക്കണം. അതും ന്യായം തന്നെ. എന്നാൽ നെയ്ത്തുകാരനെ കൊണ്ടുവരൂ സേനാപതി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് നെയ്ത്തുകാരനായ ചിത്രാംഗതനെയും കൊണ്ടുവന്നു. നിങ്ങളാണോ ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചുവന്ന സാരി നെയ്തത്? അതേ പ്രഭു. ഇവരെന്റെ കയ്യിൽ നിന്നും സാരി വാങ്ങിയതായി ഓർമ്മയുണ്ട്. അഹങ്കാരി! നീ നെയ്ത ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. സേനാപതി, ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, എന്തിന് എന്നെ തൂക്കിക്കൊല്ലണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പ്രഭു? എന്റെ ഭാര്യയും മക്കളെയും അനാഥരാക്കരുത് പ്രഭു, അനാഥരാക്കരുത്. ചിത്രാംഗതന്റെ യാചനയൊന്നും രാജാവ് ചെവിക്കൊണ്ടില്ല. തൂക്കിലേറ്റാൻ ആരാച്ചാറെത്തി. തൂക്ക് കയർ ശരിയാക്കി. കഴുമരത്തിനടുത്തെത്തിച്ച ചിത്രാംഗതനെ ആരാച്ചാർ തുറച്ചു നോക്കി. ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. എന്താ കാര്യം? ഇയാളുടെ കഴുത്ത് തീരെ മെലിഞ്ഞതാണ്. കുരുക്ക് മുറുകില്ല. അതുകൊണ്ട് ഇയാൾ ചാവുകയുമില്ല. സേനാപതി, റാൻ, ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ പ്രഭു? തൂക്കുകയറിന്റെ പാകത്തിന് കഴുത്തുള്ള ഒരാളെ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും. റാൻ, പ്രഭു,
എന്നാൽ നെയ്ത്തുകാരന്റെ മകനായാലോ? ആയിക്കോട്ടെ. രാജാവിന്റെ കൽപ്പന കേട്ട് ചിത്രാംഗതൻ ബോധശൂന്യനായി നിലം പതിച്ചു. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് ചിത്രാംഗതന്റെ വളർത്തുമകനായ വീരുവിനെ കൊണ്ടുവന്നു. വീരുവിനെ കണ്ട് ആരാച്ചാർക്ക് സന്തോഷമായി. ഇവന്റെ കഴുത്തിന് പാകം. കുട്ടിയുടെ സന്തോഷം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സന്തോഷത്തോടെ കഴുമരത്തിൽ കയറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അതിന്റെ കാര്യം? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്നേ സ്വർഗവാതിൽ ഏകാദശിയല്ലേ? ഇന്ന് മരിച്ചാൽ ഉടലോടെ സ്വർഗത്തെത്തും. പിന്നെ പറയണോ, രാജാവിന് പോലും കിട്ടാത്ത താമസം, ഭക്ഷണം, ധനം എല്ലാം. സേനാപതി സ്തബ്ധനായി വീരുവിനെ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം. ഉടലോടെ സ്വർഗത്ത് പോകുമെങ്കിൽ കുട്ടിക്ക് പകരം എന്നെ തൂക്കിക്കൂടെ? കുട്ടിക്കിനിയും സമയമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സേനാപതിയായ എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. കയർ എന്റെ കഴുത്തിലേക്കിടൂ. മന്ത്രിയുള്ളപ്പോൾ പിന്നെ സേനാപതി അതിനായി ശ്രമിക്കണ്ട. ഇതെല്ലാം കണ്ടു നിന്ന ശുംഭക മഹാരാജാവ് അവിടേക്ക് പാഞ്ഞെത്തി. സ്വർഗത്തുടലോടെ പോകാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾ ആരും മത്സരിക്കണ്ട. രാജാവായ ഞാൻ തന്നെയാണ് അതിന് പരമയോഗ്യൻ. ആരാച്ചാർ, കയർ എന്റെ കഴുത്തിലേക്കിടൂ. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി നിന്നു. ഇതിനിടയിൽ വീരു ഓടിപ്പോയി ചിത്രാംഗതനെ കുലുക്കി വിളിച്ചു. വാ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ വെള്ളരിക്കാ പട്ടണത്തിൽ ഇങ്ങനെ ആന മണ്ടത്തരങ്ങൾ പലതും നടക്കും. വീരു ചിത്രാംഗതനെയും കൂട്ടി കഴുമരത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ വേഗം വീട്ടിലേക്ക് ഓടി.